വെയിറ്റേജ് അറിഞ്ഞ കുട്ടികൾ മാത്രമാണ് എല്ലാ വർഷവും ഫുൾ മാർക്ക് നേടുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് A+ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ലക്ഷ്യമിടുന്നത് ഫുൾ മാർക്ക് ആണെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് അറിയണം, വെയിറ്റേജ് അറിയണം. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു RK-NEXT. ഞാൻ നിങ്ങളുടെ സ്വന്തം ASR മിസ് ആണ്. അപ്പോൾ നമ്മുടെ +2കാര് ഇപ്പോൾ ഒരു ഓട്ടത്തിലാണ്. കാരണം എന്താ, നമ്മുടെ ആദ്യത്തെ പരീക്ഷ, ഈ വർഷത്തെ ഫസ്റ്റ് ടെർമിനൽ എക്സാം ഓണപരീക്ഷ വന്നിരിക്കുകയാണ് അല്ലേ. ഓഗസ്റ്റ് പകുതിയോടുകൂടി നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ മുന്നിൽ ആകെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ അല്ലേ, ഒരു മാസത്തിലടുത്ത് മാത്രമേ ഉള്ളൂ. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പോലുള്ള സബ്ജക്ട്സിലെ ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് ഈ സമയത്തിൻ്റെ ഉള്ളിൽ പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ +1കാരോട് നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചാൽ മതി, നിങ്ങളുടെ മുന്നിൽ 2 കൊല്ലം ഉണ്ടെന്ന്. പക്ഷെ നിങ്ങളോട് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ മുന്നിൽ ഇനി 1 കൊല്ലം തികച്ചില്ല അല്ലെ, ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്ക് മാർച്ച് മാസം ഓടിയെത്തും, നമ്മുടെ ഫൈനൽ എക്സാമിങ് ഓടിയെത്തും അല്ലെ. അപ്പൊ ഈ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. കാരണം എന്താ, നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാണ് ഈ പരീക്ഷ. നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്ന പരീക്ഷയാണ്. അടുത്ത വർഷം നമ്മൾ വിചാരിക്കുന്ന കോഴ്സിലേക്ക് പോകണമെങ്കിൽ, ആഗ്രഹം സഫലമാവണമെങ്കിൽ നമ്മൾ നല്ല മാർക്ക് സ്കോർ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഈ ഫൈനൽ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എക്സാമിന്റെ തലേന്നിരുന്ന് പഠിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെ? നിങ്ങൾ ഫെബ്രുവരിയിൽ ഇരുന്നിട്ട് എല്ലാ സബ്ജക്ട്സും വാരി കൂട്ടി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിന്റെ മുന്നേ ഉള്ള ഓരോ എക്സാമും നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓണപരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് എന്താണ്, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഓരോ എക്സാമും നമ്മളിങ്ങനെ പഠിച്ചു വരുന്നതോടുകൂടി നമുക്കൊരു പ്രാക്ടീസ് ആണ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ അറിയാൻ, മാറുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അറിയാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ മുന്നേ നടക്കുന്ന പരീക്ഷകൾ അല്ലേ. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഫൈനൽ എക്സാമിന് വെയിറ്റ് ചെയ്യരുത്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ സമയമായി. അത് ഫൈനൽ എക്സാമിലേക്കും ഈ വരുന്ന ഫസ്റ്റ് എക്സാം നമ്മുടെ ഓണപരീക്ഷയിലേക്കും പഠിച്ചു തുടങ്ങാൻ സമയമായി. കൃത്യമായൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ഡെയിലി 2 to 3 hours നിങ്ങൾ തീർച്ചയായും പഠിക്കണം. ഇല്ലെങ്കിൽ ഫൈനൽ എക്സാം ആകുമ്പോഴേക്ക് എല്ലാം നിങ്ങളുടെ കൈ വിട്ട് പോയിട്ടുണ്ടാവും അല്ല. അപ്പൊ ഈ ഒരു ഓണം എക്സാമിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു വർഷം അവർ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ, പാറ്റേൺ എങ്ങനെ, ക്വസ്റ്റ്യൻസ് പാറ്റേൺ എങ്ങനെ, CBSE ലെവൽ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ എങ്ങനെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ഏത് രീതിയിൽ എൻ്റെ പഠനം മാറ്റണം അല്ലെ, എൻ്റെ നിലവാരം എത്രത്തോളം കൂട്ടണം, ഇങ്ങനത്തെ കുറെ ഐഡിയാസ് ഒക്കെ നമുക്ക് ഈ ഒരു എക്സാമിലാണ് കിട്ടുക. അപ്പൊ നമ്മൾ ഈ ഒരു ഓണപരീക്ഷനെ വളരെ സീരിയസ് ആയിട്ട്, സിൻസിയർ ആയിട്ട് കാണണം. നമ്മൾ സിൻസിയർ ആയിട്ട് ഇരുന്ന് പഠിക്കണം, എന്നാലേ നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് അത് നിങ്ങളുടെ തലയിലുണ്ടാവും. നിങ്ങൾ അത് ഫൈനൽ എക്സാമിലേക്ക് അത് ബ്രഷപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഈ ഒരു എക്സാമിന് സുവോളജിയിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാം, അതിങ്ങനെ വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, വെയിറ്റേജ് അറിഞ്ഞു പഠിക്കണം. ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് അറിഞ്ഞു പഠിക്കണം. ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാലേ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനും എത്ര സമയമാണ് ചെലവഴിച്ച് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടുമല്ലേ. അതായത് ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സിൽ വെയിറ്റേജ് കുറവായിരിക്കും. ആ ചാപ്റ്ററിന് നിങ്ങൾ കുറേ മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, വേസ്റ്റാണ് ടൈം. പക്ഷെ ചില ചാപ്റ്റേഴ്സിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരും, ടഫ് ക്വസ്റ്റ്യൻസ് വരും, ടഫ് ടോപ്പിക് ഉണ്ടാവും. അപ്പൊ ആ ചാപ്റ്റേഴ്സിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക, ഏത് ചാപ്റ്റർ ആണ് കൂടുതൽ പഠിക്കേണ്ടത്, ഏത് ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചെയ്ത് നോക്കേണ്ടത് അല്ലെ, ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ വെയിറ്റേജ് അറിയണം അല്ലെ, എന്നാലേ നമുക്ക് അതിനനുസരിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ മിസ് എന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സുവോളജിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഓണപരീക്ഷയ്ക്ക് സുവോളജിയിൽ നിന്ന് നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാ? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും വലിയ ചാപ്റ്റർ ആണ് അല്ലെ. ചെറിയ ചാപ്റ്റർ ഏതാണ്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ചെറുതാണെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നല്ല, അതിൽ നിന്നും ചോദ്യങ്ങൾ വരും. പക്ഷേ ഇപ്പൊ ഞാൻ വെയിറ്റേജ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസും കൂടുതൽ സമയവും നിങ്ങൾ ചെലവഴിക്കേണ്ടത് അല്ലെ. അതായത് ഏത് ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ ടഫ് ടോപ്പിക്സ് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എപ്പോഴും കുട്ടികൾ ചെയ്യാറുള്ള ഒരു കാര്യം, അതായത് ചെറിയ ചാപ്റ്റർ ഏതാണോ അത് വേഗം എന്ത് ചെയ്യുക, പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ബാക്കി ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ടാവില്ലേ, അത് അവസാനത്തേക്ക് വെക്കുക. ലാസ്റ്റ് അവസാനം അവർക്കൊന്നും അത് മനസ്സിലാവാതെ, കോൺസെപ്റ്റ് ഒന്നും ക്ലിയർ ആവില്ല, ബൈ ഹാർട്ട് പഠിക്കും, പക്ഷെ എക്സാം നല്ല രീതിയിൽ എഴുതാനും പറ്റില്ല. അതായത് എന്താണ്, ക്വസ്റ്റ്യൻസിനൊന്നും എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല. അല്ലെങ്കിൽ പലപ്പോഴും കുട്ടികൾ ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ലാസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്ക് ഓൾറെഡി
കഴിഞ്ഞ വർഷം വരെ ഓണപരീക്ഷ പ്ലസ് ടുക്കാർക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ അതായത് 2024 ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി അനലൈസ് ചെയ്തിട്ടാണ് മിസ് ഈ ഒരു ഡാറ്റ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഏത് ചാപ്റ്റർ ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അല്ലെ, ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോവാണ്. സോ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഏതാണ്? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നിന്ന് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ 2 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസും 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനുമാണ് കഴിഞ്ഞ വർഷത്തെ 2024 ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കണ്ടാൽ മനസ്സിലാകും, അതായത് 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലടാ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ 4 ചോദ്യവും വന്നിരിക്കുന്നത് എവിടെയാണ്? ചാപ്റ്റർ 1 നിന്നാണ്. ഓക്കെ, ആൻഡ് ചാപ്റ്റർ 2ലേക്ക് പോവുകയാണെങ്കിൽ ചെറിയ ചാപ്റ്ററാ, പക്ഷെ ഏറ്റവും കൂടുതൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്ന ചാപ്റ്റർ ഏതാണ്? സെക്കൻഡ് ചാപ്റ്റർ ആണ്. കണ്ടോ, കഴിഞ്ഞ വർഷം 2 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിന്റെ 2 ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പൊ ചെറിയ ചാപ്റ്റർ ആണല്ലോ, അപ്പൊ 3 മാർക്കിന്റെ ചോദ്യങ്ങളൊന്നും ഈ ചാപ്റ്ററിൽ നിന്ന് വരില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. കാരണം കഴിഞ്ഞ വർഷം 3 മാർക്കിന്റെ ഒരു ചോദ്യം സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, ഏറ്റവും വലിയ ചാപ്റ്റർ, മോസ്റ്റ് എന്താ പറയാ, നമ്മൾ പറയില്ലേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ചാപ്റ്റർ അല്ലെ, ലൈക്ക് വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ എന്നൊക്കെ പറയില്ല, അതെല്ലാം വന്നിരിക്കുന്നത് ഈ ഒരു 3rd ചാപ്റ്ററിനെ കുറിച്ച് തന്നെയാണ്. കാരണം എന്താണ്, 2 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 5 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലെ. യെസ്, സോ മോസ്റ്റ് വാണ്ടഡ് ചാപ്റ്റർ എന്ന് പറയാം നമുക്ക്. ഓക്കെ, ആൻഡ് ഓൾസോ 3 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക ആ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് അല്ലെ. 3 മാർക്കിന്റെയും അതുപോലെ 2 മാർക്കിന്റെയും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഏത് ചാപ്റ്ററിൽ നിന്ന് തന്നെയായിരിക്കും? 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയായിരിക്കും. അതിന് തൊട്ട് പിന്നാലെ തന്നെ ആരുണ്ട്? ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടത് 3rd ചാപ്റ്റർ ആണ്. ആദ്യം നിങ്ങൾ വൃത്തിയായി പഠിക്കേണ്ടത് 3rd ചാപ്റ്റർ ആണ്. തിയറി മാത്രം പഠിച്ച കാര്യമില്ല, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുക. ലാസ്റ്റ് മാത്രമേ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ആണ്, ഫസ്റ്റ് ചാപ്റ്റർ പിന്നെ പഠിക്കേണ്ടത് അല്ലെ. നിങ്ങൾ 3rd ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പിന്നെ പഠിക്കുക, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അത് കഴിഞ്ഞ് ലാസ്റ്റ് മാത്രം നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുക. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ ലാസ്റ്റ് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. ഓക്കെ, ടഫിൽ നിന്ന് ഈസിയിലേക്ക് പോവുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ തലയിൽ നിന്നൊരു വലിയ ബേർഡൻ, ഭാരം ഒഴിഞ്ഞു കിട്ടും. യെസ്, അപ്പൊ നമുക്ക് ടോട്ടൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്സിനാ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ 1 4 × 2 8 ആണ്, ഇവിടെ 3 അല്ലെ. സോ 8 1 9 10 11 12 ഇവിടെ വന്നു. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 2 2 2s are 4, ഇവിടെ 3, അപ്പൊ 4 5 6 7 8 9 ഇവിടെ വന്നു. ഇവിടെ 2 5 2 10 ആൻഡ് 3 2 6 അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 10 16 18 ഇവിടെ 18 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 12 മാർക്കിനാണ് ചാപ്റ്റർ 1 നിന്നും കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കുന്നത്, 18 മാർക്കിനാണ് ചാപ്റ്റർ 3 നിന്നും കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കുന്നത്, 9 മാർക്കിനാണ് കഴിഞ്ഞ വർഷം ചാപ്റ്റർ 2 നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് മിസ് എന്ത് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ 3 ആയതുകൊണ്ട് തന്നെ അത് ആദ്യം പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് ചാപ്റ്റർ 1ലേക്ക് പോവാ. യെസ്, ഇത് സെക്കൻഡ് വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ്, അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ 2ലേക്ക് പോവാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും, അല്ല മിസ്സേ 12 + 18 + 9 അല്ലെ, എത്രയാ വന്നിരിക്കുന്നത്? മൊത്തത്തിൽ എത്ര വന്നിട്ടുണ്ട്? 8 9 10 19 39 മാർക്ക് വന്നല്ലോ എന്ന്. എത്രയൊക്കെയാണ് നമ്മുടെ എക്സാം? ബോട്ടണി 30 മാർക്കിനും സുവോളജി 30 മാർക്കിനും. 30 മാർക്കിന് നിങ്ങൾ പരീക്ഷ എഴുതിയാൽ മതി. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതടക്കം ചോദിച്ചിരിക്കുന്നത് 39 മാർക്കിനാണ് കേട്ടോ. അപ്പൊ 9 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വിടാം. ഓക്കെ, ബാക്കി 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ അറിയുക, ആ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥിതി പൊതുവെ കുട്ടികളോട് പറയാറുള്ളത് അങ്ങനെ വരുത്തണ്ട. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഫുൾ ആയിട്ട് പഠിക്കുക. കാരണം എന്തായാലും ഫൈനൽ എക്സാമിന് നമുക്ക് ഇത് ആവശ്യമുണ്ട് അല്ലെ. ഫുൾ ആയിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. എപ്പോഴും കുട്ടികളോട് പറയാറുള്ള മറ്റൊരു കാര്യം, അയ്യോ മിസ്സേ മാത്സ് ആണെങ്കിൽ ഈസി ആയിരുന്നു, ഫിസിക്സ് ആണെങ്കിലും കുഴപ്പമില്ല, ബയോളജി ബൈഹാർട്ട് ചെയ്യണം. എടാ, ബയോളജി ബൈഹാർട്ട് ചെയ്യരുത്, മറന്നുപോകും. ബയോളജിയെ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ട ചാപ്റ്റർ എന്നായിപ്പോടെ സബ്ജക്ട് തന്നെയാണ്. ഓരോ ചാപ്റ്റേഴ്സും എന്താണ്, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാതെ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കുക. അറിയാലോ, ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ വർഷം ടഫ് ആയിക്കൊണ്ട് വരികയാണ്. അപ്പൊ പഠിക്കുമ്പം
NCERT നന്നായിട്ട് വായിച്ചു പഠിക്കുക, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. നമുക്കൊരു മാർക്ക് പോലും മിസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ, 2-3 മണിക്കൂർ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ഇരുന്ന് പഠിക്കണം. നമ്മുടെ മുന്നിൽ ഓണപരീക്ഷയ്ക്ക് ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. വേസ്റ്റ് ചെയ്യാൻ ഒരു ദിവസം പോലും നമ്മുടെ മുന്നിലില്ല, ഒരു മണിക്കൂർ പോലും ഇല്ല, ഒരു മിനിറ്റ് പോലും ഇല്ല. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. സോ മക്കളെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ. ടിൽ ദെൻ ടാറ്റാ.